ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ചായക്ക് കടി ഓട്ടടയും കടലക്കറിയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഓട്ടട നിങ്ങളൊന്ന് കണ്ടു നോക്കി. എല്ലാവരും ഉണ്ടാക്കണ തന്നെയാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കണത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രം. അപ്പം നമുക്ക് കടലൊക്കെ കഴുകി കുക്കറിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാനേ ഓട്ടടച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം. അത് കത്തി അടുപ്പം ചൂടാണല്ലോ, അപ്പോൾ ഓട്ടടച്ചട്ടി നല്ലോണം ചൂടായാലല്ലേ മാവ് ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ, അപ്പോൾ ശരിയാവുള്ളൂ. അങ്ങനെ ഉള്ളിയും തക്കാളിയും മസാലപ്പൊടികളും ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമ്മളെ നാട്ടിലൊക്കെ അധികം പേരേലും രാവിലെ CFIക്കാരം. അതേപോലെ എൻ്റെ ഉമ്മാരുടെ കീശ്ശേരിയാണ്, അവിടെയൊക്കെ എല്ലാ വീട്ടിലും അധികം ഓട്ടടയിക്കാരം. നമുക്ക് പ്രിയം CFM, ഓൽക്ക് പ്രിയം ഓട്ടട. അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ടു. അതിലേക്ക് ഞാൻ ചോറ് ഒരു 2 കയ്യിൽ ചോറ് ഇട്ട് കൊടുത്തിക്കണം. പിന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിക്കണം. നല്ലോണം വെള്ളം ആവും ചെയ്ത് കുറുന്നനെ മാവ് അരക്കണം. കീശ്ശേരിയൊക്കെ ചോറ് ചേർക്കാതെ ഇറക്കൂട്ടോ, ചോറ് ചേർക്കാതെ തിളച്ചുവെള്ളം മാത്രം ഒഴിച്ചങ്ങാണ്ട്. ഇത് ഞാൻ പിന്നെ കുറച്ച് ചോറ് ചേർത്തിക്കണം. പിന്നെ അരിയൊക്കെ നല്ലോണം അരഞ്ഞിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചേർത്തിക്കണം കേട്ടോ. ഈ തേങ്ങ ചേർത്തിട്ട് ഒറ്റ അടിയൊന്ന് അടിച്ചെടുത്തങ്ങാണ്ട് മിക്സി ഓഫാക്കുക. നല്ലോണം അരയരുത് തേങ്ങ, അങ്ങനെ കടിക്കണം. നമ്മൾ ഓട്ടട കഴിക്കുമ്പോൾ അങ്ങനെ കടിക്കാൻ കിട്ടണം. എന്നിട്ട് അരിയൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ട് പാത്രത്തിൽ ഒഴിച്ചിട്ട് വെട്ടി തിളച്ച വെള്ളം ഉണ്ടല്ലോ, 2 ഗ്ലാസ് വെള്ളം, നല്ലോണം തിളച്ച വെള്ളം ഞാൻ അത് ഒഴിച്ച് കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്തിക്കണം. അതിൽ വീഡിയോയിൽ പെട്ടിട്ടില്ല, അപ്പം മസ്റ്റാണ്, നിർബന്ധമാണ്. പിന്നെ ഇളക്കണതാണ് കണ്ടത്, കാരണം വീഡിയോ ഓണാക്കാൻ മറന്നിനി. അങ്ങനെ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മളെ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുത്ത്. പിന്നെ ഇതൊരു ദോശമാവിൻ്റെ നല്ലോണം ലൂസാവും ചെയ്തത്, ദോശമാവിൻ്റെ പരുവത്തിലാവും വേണം. അപ്പോൾ തന്നെ നമ്മളെ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിക്കണം കേട്ടോ. ചൂടായെന്ന് നോക്കണം, ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തുങ്ങാണ്ട്. അപ്പോൾ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റി വന്നപ്പോൾ ചൂടായിക്കണം. ഇനി നമുക്ക് മാവൊക്കെ ഒഴിച്ച് കൊടുക്കുക. മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ എന്താണ് പെട്ടെന്ന് അടച്ചു കൊടുക്കരുത്. ഇങ്ങനെ കണ്ടോ, ഓട്ട വന്നിട്ട് വേണം അടച്ചു കൊടുക്കാൻ. അപ്പോഴാണ് ഓട്ടട കാണാനൊരു ചൊറുക്കൊക്കെ. ഇന്ന് ഏച്ചൊന്ന് പുറത്ത് പോകാണ്ട്, അപ്പം പെട്ടെന്ന് പണിയൊക്കെ ഒരുക്കിങ്ങാണ്ട് പോവുകയാണ്. അപ്പോൾ അതാണ് കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നും വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വേണ്ട വിചാരിച്ചും കണ്ടാണ് ഇപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടും കാര്യമല്ലല്ലോ, അപ്പോൾ എന്തെങ്കിലും റെസിപ്പിയിൽ ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ ഞാൻ എന്നാൽ ഓട്ടട തന്നെ ആയിക്കോട്ടെ വിചാരിച്ചുകൊണ്ട് ഓട്ടട ഇട്ടതാണ്. എല്ലാവർക്കും അറിയണ തന്നെയാണ്, എന്നാലും ഞാൻ ഓട്ടട ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതെന്താ പറയുക, ഗ്യാസിൽ ചുട്ടാൽ ഓട്ടട ഇങ്ങനെ നേരെയാവില്ല, വിറകടുപ്പത്ത് തന്നെ ചുടണം. വിറകടുപ്പത്ത് ഉണ്ടാക്കിയാൽ എന്താ പറയുക, പിന്നെ നമുക്ക് ചോറും വെക്കാം അടുപ്പത്ത് തന്നെ. അങ്ങനെ ഓട്ടടയൊക്കെ സെറ്റായി കണ്ടോ, നല്ല ഉഷാറായി ഓട്ടട വന്നിക്കണം. അതിൻ്റെ ഇടയിൽ കടലക്കറിയൊക്കെ ഉണ്ടാക്കിക്കണം കേട്ടോ. എനിക്ക് തേങ്ങ അരച്ചൊഴിച്ചിട്ടില്ല, ഞാൻ കടല തന്നെ കുറച്ചെടുത്തുങ്ങാണ്ട് അരച്ചുങ്ങാണ്ട് അങ്ങനെ ഒഴിച്ചേക്കാണ്. ആദ്യം അത് നീച്ചിട്ടില്ല, ഞോലൊക്കെ എണീപ്പിച്ചുങ്ങാണ്ട് ഞോൽക്ക് ചായയൊക്കെ കൊടുക്കണം. പിന്നെ ഇന്ന് അംഗൻവാടിക്ക് വിടണം, ഓലെ വിട്ടിട്ട് വേണം എനിക്ക് പോവാൻ. ഇപ്പോൾ കുറേ ദിവസമായില്ല അംഗൻവാടിക്ക് പോയിട്ട്. മക്കൾക്കൊക്കെ എല്ലാവർക്കും സ്കൂളും തുറന്നില്ലേ, അപ്പം ഇനി രാവിലെ ഭയങ്കര ബിസി ആയിക്കാരല്ലേ എല്ലാവർക്കും. ഇന്ന് പിന്നെ ആർക്കും ചോറൊന്നും കൊണ്ടുപോകണ്ട, ഉച്ചവരെ ആയതുകൊണ്ട്. ഒരാൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടും കേട്ടോ ചോറ്, ഒരാൾക്ക് പിന്നെ കൊണ്ടുപോകണം ഇവിടെ. അപ്പോൾ നമ്മൾ ആദ്യക്കും അതിനും ചെറിയ ഓട്ടട ഉണ്ടാക്കിക്കണം ഞാൻ. അവർക്ക് കാണുമ്പോൾ ഒരു കൗതുകമാണല്ലോ, അപ്പോൾ അവരെ കഴിക്കും ചെറുതാവുമ്പോൾ. അങ്ങനെ എല്ലാവർക്കും ചായ കൊടുത്ത് ഒരാൾ പോയി, സ്കൂൾക്ക് പോയി. മറ്റേ ആൾ ഒരുങ്ങിയിരിക്കണം പോവാൻ. ഇനിയിപ്പോൾ അതിനെയൊക്കെ കുളിപ്പിച്ചൊരുക്കിക്കണം, ഓലും വേണം പറഞ്ഞേക്കുക. അപ്പോൾ 10 മണി ആവാനായിരിക്കണം കേട്ടോ സമയം. ആദ്യമൊക്കെ അവന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ, മാറ്റി കൊടുക്കാൻ മറ്റവനെ സോപ്പിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ ഇന്നത്തെ ചെറിയൊരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.